വരണം. ഇത് CBI ഓഫീസർ മിസ്റ്റർ ബാലഗംഗാധരൻ. ഹലോ. Glad to meet you. ഇത് മിസ്റ്റർ കൊച്ചനിയൻ. Hello. Hello. SI രാജഗോപാലിനെ വെടിവെച്ച് കൊന്ന കേസിലെയും ഹരിജൻ തൊഴിലാളിയെ കൊന്ന് പുഴയിലിട്ട കേസിലെയും പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ വന്ന. എന്താണ് ഇതൊക്കെ മിസ്റ്റർ സോമശേഖരൻ? ഇപ്പോൾ മിസ്റ്റർ സോമശേഖരനല്ല, സർക്കിൾ ഇൻസ്പെക്ടർ സോമശേഖരൻ. പണം കൊണ്ട് എല്ലാവരെയും വിലയ്ക്ക് വാങ്ങിക്കാമെന്ന് കരുതുന്നത് വിഡ്ഢിത്തരമാണ് മിസ്റ്റർ ശ്രീധരൻ. പിന്നെ നിങ്ങൾ തന്ന കൈക്കൂലിയെല്ലാം ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ സർക്കാരിന്റെ ശമ്പളം പറ്റുന്നവനാണ്, നിങ്ങളുടെ എച്ചിൽ തിന്നുന്നവനല്ല. ഇപ്പൊ മനസ്സിലായോ? വാസുവിനെ ഞാൻ കസ്റ്റഡിയിലെടുത്തത് നിങ്ങൾക്ക് വേണ്ടിയല്ല, അവൻ നിങ്ങളെ കസ്റ്റഡിയിലെടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ എല്ലാ തെളിവുകളും റെക്കോർഡുകളും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. മാത്രമല്ല, നിങ്ങൾ ഇന്ന് വരെ എന്നോട് സംസാരിച്ച അത്രയും എന്റെ ഈ കാസറ്റിലുണ്ട്. ആരെന്ത് വഞ്ചനയും കളവും ചെയ്യുമ്പോഴും സത്യം അവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഓർമ്മിക്കണം. അപ്പോ നീ ഞങ്ങളുടെ തോളിൽ നിന്നുകൊണ്ട് ചെവി തിന്നുകയായിരുന്നു അല്ലേ? അത് മനസ്സിലാക്കാൻ മാത്രം ബുദ്ധി നിങ്ങൾക്കില്ലാതെ പോയില്ലേ? സാരമില്ല. കമോൺ, ടേക്ക് ഹിം. Come on, catch him! ശ്രീധരൻ മുതലാളി. ഇനി വാസുവിന് പോവാം. സോറി, ഞാൻ വാസുവിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയത് ഒരു നാടകമായിരുന്നു. ഞാൻ ഇവരുടെ കൂടെയാണെന്ന് ഇവരെ ബോധ്യപ്പെടുത്തി എനിക്ക് ചില തെളിവുകൾ ശേഖരിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ഇത്തരം സാമൂഹ്യദ്രോഹികളെ കസ്റ്റഡിയിലെടുക്കാൻ ചിലപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ ചില വേഷങ്ങളോ കെട്ടേണ്ടി വരാറുണ്ട്. ഇനിയൊരു മാന്യനുണ്ടല്ലോ, കൊച്ചനിയൻ. അവനെവിടെ? ഒരു ഗാങ്ങിനെ വിട്ടിട്ടുണ്ട്, പിടിക്കാൻ കൊണ്ടുവരും. നാണനായരെ, അവരെ കൊണ്ടുവരൂ. പണ്ടേ ഞാൻ ഉപദേശിച്ചാണ് മര്യാദക്ക് ജീവിക്കാൻ. അനുഭവിച്ചോ? ഇവർക്കൊന്നും യാതൊരു ആപത്തും സംഭവിച്ചിട്ടില്ല. ഇവരെ നേരത്തെ കസ്റ്റഡിയിലെടുത്തു. എന്റെ കൂട്ടുകാരനെ ഞാൻ തെറ്റിദ്ധരിച്ചു, എന്നോട് ക്ഷമിക്കൂ. ഞാനും മനുഷ്യനാണ് വാസു. മറ്റു ബന്ധമൊന്നുമില്ലെങ്കിലും എന്നെ പോലെ കാക്കിയുടുപ്പണിഞ്ഞ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറെയാണ് ഈ തെണ്ടികൾ പേപ്പട്ടിയെ കൊല്ലും പോലെ കൊന്നത്. പ്രതികാരം എന്നിലുമുണ്ട്. Bastards. എവിടെ കൊച്ചിനീൻ? രക്ഷപ്പെട്ടോളൂ സാർ. അപ്പൂ, വന്ന് ഊണ് കഴിക്ക്.
ബഹളമൊന്നും ഉണ്ടാക്കണ്ട. ഇത് കണ്ടോ? ചുട്ടുകളയില്ല. നിന്റെ പഴയ കാമുകൻ രാജഗോപാലിനെ കൊല ചെയ്തത് ആരാണെന്നുള്ള സത്യം ഇപ്പൊ മനസ്സിലായല്ലോ. ഞാൻ തന്നെ, ഈ കൊച്ചനിയൻ. പുതിയ കാമുകൻ സർക്കിൾ ഇൻസ്പെക്ടർ സോമശേഖരന്റെ അഭിനയം ഗംഭീരമായി. അതും നിന്റെ ഉപദേശമായിരിക്കും എന്നെ തോൽപ്പിക്കാൻ. അയാൾ എന്നെ തേടിക്കൊണ്ടിരിക്കുകയാണ് അറസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അഭയം തേടാൻ ഇതിനേക്കാൾ പറ്റിയ സ്ഥലം അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ഞാനിപ്പോൾ നിന്റെ സംരക്ഷണത്തിലാണ്. ഞാൻ ഈ വീട്ടിലുണ്ടെന്ന് മൂന്നാമതൊരാൾ അറിഞ്ഞാൽ ഇവിടെ ശവങ്ങൾ വീഴും. ഈ കുഞ്ഞിന്റെ, നിന്റെ. എന്നിട്ടേ എന്നെ കൊണ്ടുപോകും. എന്നെ വേണേ കൊന്നോളൂ, അപ്പൂനെ വിട്ടേക്ക്. നാട് നന്നാക്കാൻ അവതരിച്ച വാസുവിന്റെ സന്തതിയല്ലേ ഇത്? ഈ വിത്തൂടെ മുളയ്ക്കണ്ട. ആ, എനിക്ക് വിശക്കുന്നു. പോയി വല്ല എടുത്തോണ്ട് വാ തിന്നാൻ. പറഞ്ഞത് കേട്ടില്ലേ? പോയി കൊണ്ടുവാ. ആ, നിൽക്ക്. ഇനി ഞാൻ അറിയാതെ ആളുകളെ വിളിച്ചു കൂട്ടാമെന്നൊന്നും കരുതണ്ട. ആരെങ്കിലും പടി കയറുന്നതിന് മുമ്പ് ഈ തോക്ക് പൊട്ടും. ഒരു കൊല ചെയ്താലും 9 കൊല ചെയ്താലും ഒരിക്കലേ തൂക്കാൻ വിധിക്കും. ആ, നീ പഠിച്ച പെണ്ണല്ലേ, എല്ലാം അറിയാമല്ലോ. പോയിക്കോ. ചേട്ടാ, എനിക്ക് പോണം. അത് എന്നോട് വേണോടാ ചുണ്ടയ്ക്ക്. നീ എങ്ങും പോകണ്ട, ഇവിടെ തന്നെ ഒഴിച്ചാ മതി. നിന്നോട് പ്രതികാരം ചെയ്യാൻ എനിക്ക് ഈ തോക്കിന്റെ ആവശ്യമൊന്നുമില്ല. പെണ്ണുങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടായിട്ടല്ലടി. എന്നാലും എല്ലാം അവസാനിക്കുന്നതിന് മുൻപ് നിന്നനുഭവിച്ചേ ഞാൻ അടങ്ങും.
നീ ശ്വാസം മുട്ടി മരിക്കണമടാ. നിന്നെപ്പോലുള്ളവർ ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കരുത്. കൊല്ലരുത്. നീ മാറി നിൽക്ക്. വേണ്ട വാസുട്ടാ. സുശീലേ, മോനെ മോനെ അമ്മേ കൊച്ചനിനെ കൊണ്ടുപോകാനായിരുന്നു ഞാൻ വന്നത്. ഇത് വേണ്ടായിരുന്നല്ലേ? ഈ കൈകളിൽ വിലങ്ങ് വയ്ക്കാനായിരുന്നില്ല ഞാൻ ഇത്രയും പാടുപെട്ടത്. ഈ കഴുത്തിൽ മാലയിടാനായിരുന്നു. മോളെ, എന്റെ മോളെ. ചേച്ചി, എന്താണ് ഈ കാണിച്ചത്? എന്തിനാണ് ഇത് ചെയ്തത്? ഒരു കൊലക്കുറ്റം ചെയ്ത് ജയിലിൽ കഴിയേണ്ട ആളല്ല വാസുവേട്ടൻ. വാസുവേട്ടന്റെ സേവനം
ഇനിയും ഈ നാട്ടിന് ആവശ്യമാണ്. നളിനി, എനിക്ക് ഈ ലോകത്ത് നഷ്ടപ്പെടാനൊന്നുമില്ല. വാസുവേട്ടൻ ഇവിടെ ഒരു പുതിയ അധ്യായത്തിന്റെ ആരംഭം കുറിക്കണം.